പ്രിയമുള്ളവരെ, ഇന്ന് ഡെയിലി ഇൻസൈറ്റിൽ ഹൂ ആം ഐ എന്ന സബ്ജക്റ്റുമായി നിങ്ങളോടൊപ്പം ഖദീജ എ.വി. നമ്മൾ പലപ്പോഴും ചോദിക്കാത്ത ഒരു ചോദ്യമായിരിക്കും അല്ലേ, ഞാൻ ആരാ എന്ന്. ആരോടൊക്കെയോ നാം ചോദിച്ചിട്ടുണ്ട്, നിങ്ങളാരാ, അല്ലെങ്കിൽ നിങ്ങളാരാ പല അർത്ഥത്തിൽ. ആദ്യം ചോദിച്ചത് നിങ്ങളാരാ അതൊക്കെ അന്വേഷിക്കാൻ എന്നുള്ള മട്ടിലോ, ഇല്ലെങ്കിൽ നിങ്ങളാരാ എന്നുള്ളത് ഒരാളെ അറിയാനോ, അങ്ങനെ പലതരത്തിൽ ചോദിച്ചിട്ടുണ്ടാകും. എന്നാൽ ഞാൻ ആരാ എന്ന ചോദ്യം പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ആരാ എന്ന ചോദ്യത്തിനെ റിലേറ്റ് ചെയ്തുകൊണ്ട് ഞാൻ ആരായിരുന്നു, ഞാൻ ആരായിരിക്കണം, ഞാൻ ആരാകും എന്ന ചോദ്യങ്ങൾക്കൊക്കെ ബന്ധമുണ്ട്. എന്നാലും ഇപ്പോൾ നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഞാൻ ആരാണ്, ഹൂ ആം ഐ. എന്നിലെ ഞാൻ അല്ലെങ്കിൽ എൻ്റെ ശരിയായ ഞാനെ കണ്ടുപിടിക്കാൻ ചില മാർഗങ്ങളുണ്ട്. ആദ്യമായി നാം അറിഞ്ഞിരിക്കേണ്ടത് എൻ്റെ റോൾ എന്താണ് എന്നുള്ളതാണ്. നമുക്കറിയാം, കുട്ടിക്കാലം മുതൽ ഒരു 10, 20, 21 വയസ്സ് വരെ, 22 വയസ്സ് വരെയൊക്കെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ റോൾ എന്ന് പറയുന്നത് വിദ്യാർത്ഥിയായിക്കൊണ്ടായിരിക്കും. അതോടൊപ്പം മകൻ, മകൾ, സഹോദരി, സഹോദരൻ എന്നിങ്ങനെ. പക്ഷേ ആ കാലം കഴിയുമ്പോഴേക്കും നമ്മുടെ റോൾ മാറി വരികയാണ്. പിന്നെ നമ്മൾ ഹസ്ബൻഡായിരിക്കും, വൈഫായിരിക്കും, മറ്റൊരു വീട്ടിലെ മരുമകളായിരിക്കും, മരുമകനായിരിക്കും. അങ്ങനെ എന്നിലെ ഞാൻ വേറെ വേറെ വേഷങ്ങൾ അഭിനയിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ കൃത്യമായിക്കൊണ്ട് നമ്മുടെ ഓരോ സമയത്തെയും റോൾ നമ്മൾ തിരിച്ചറിഞ്ഞെങ്കിൽ മാത്രമാണ് വിജയകരമായി നാം ഏറ്റെടുക്കുന്ന ഓരോ ഉത്തരവാദിത്തങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുകയുള്ളൂ. രണ്ടാമത് നാം അറിഞ്ഞിരിക്കേണ്ടത് എൻ്റെ കേപ്പബിലിറ്റി, അതായത് എനിക്ക് വാല്യുബിളായിട്ടുള്ള കഴിവ് എന്താണ് ഉള്ളത് എന്നാണ്. നാം നമ്മളെ കൃത്യമായി തിരിച്ചറിയുക. അതിന് ചിലപ്പോൾ നന്നായി ചിന്തിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തിനോട് നമ്മുടെ വീക്ക്നെസ്സുകളെക്കുറിച്ചും സ്ട്രെങ്ത്തുകളെക്കുറിച്ചും അറിയേണ്ടി വരും. ചിലപ്പോഴെങ്കിലും അത് അംഗീകരിക്കുകയും ചെയ്യേണ്ടി വരും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് നമ്മുടെ വർത്ത് എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് പറ്റും. അങ്ങനെ ഞാൻ ഏറ്റവും വാല്യുബിളായിട്ടുള്ള ഞാനായി തീരാൻ അങ്ങനെയേ സാധിക്കുകയുള്ളൂ. മൂന്നാമത്, ഞാൻ എന്നിലെ ലിമിറ്റേഷൻ എന്താണെന്ന് മനസ്സിലാക്കണം. എന്ന് വെച്ച് പലപ്പോഴും നമുക്ക് പല ലിമിറ്റേഷനും ഉണ്ടാവും. ഇപ്പോൾ ചിലപ്പം തോന്നുകയാണ് എനിക്ക് വേഗം ദേഷ്യം വരുന്ന ആളാണ് ഞാനെന്ന്. എന്ന് വെച്ചിട്ട് അത് ഒഴിവാക്കാതിരിക്കാൻ ഒക്കുമോ? അത് പറ്റില്ല. കൃത്യമായും നമ്മുടെ ഒരു ലിമിറ്റേഷനായി ദേഷ്യമോ, അതായത് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്ത് ലിമിറ്റേഷനാണോ നമ്മളിലുള്ളത് അതിനെ നമ്മൾ മാറ്റം വരുത്തേണ്ടി വരും. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് കഴിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് മാറി നിന്നുകൊണ്ട് നമ്മുടെ വാല്യുബിളായിട്ടുള്ള എന്താണ്, അല്ലെങ്കിൽ എനിക്ക് എന്താണ് കഴിയുക, അതിൽ നമ്മൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുകയും ചെയ്യേണ്ടി വരും. നാലാമതായി നമ്മൾ ഒപ്റ്റിമിസ്റ്റിക് ആവുക. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഞാനൊക്കെ എന്തപ്പം എൻ്റെ ജന്മം, അവരൊക്കെ എത്ര ഉയർന്ന മേഖലകളിലാണ്, അല്ലെങ്കിൽ അവർക്കൊക്കെ എന്തൊരു സുഖമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷേ അതിനുവേണ്ടി നമുക്കും പല അവസരങ്ങളും ഉണ്ടായിട്ടില്ലേ? എന്നിട്ടും നമ്മൾ എന്തുകൊണ്ടോ അതിലേക്കൊന്നും എത്തിപ്പിടിക്കാതിരുന്നതാണ്. അഞ്ചാമതായി നാം ചെയ്യേണ്ടത്, പലപ്പോഴും നമ്മുടെ പല തടസ്സങ്ങളും നമുക്ക് അവസരങ്ങളായിരിക്കും. ഇത് പറയുമ്പോൾ പല സംഭവങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഓർമ്മ വരുന്നുണ്ടാവില്ലേ? എന്തൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് നമ്മൾ ഓരോരുത്തരും നമ്മളായി തീർന്നത്, എന്നിലെ അല്ലെങ്കിൽ ഞാനൊരു ശരിയായ ഞാനായി തീർന്നത് പലതും തരണം ചെയ്തിട്ടല്ലേ? അങ്ങനെ ആലോചിക്കുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ഒരുപാടുണ്ടെന്ന് മനസ്സിലാകും. അപ്പോൾ പലപ്പോഴും നാം പലരോടും ചോദിക്കുന്ന നീ ആരാ, നിങ്ങളാരാ എന്ന് ചോദിക്കുന്നതിന് പകരം ഞാൻ ആരാമെന്ന് കൃത്യമായ കണ്ടുപിടുത്തം നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ, അതിനൊരു സയൻറ്റിഫിക് പഠനമോ ഒന്നും വേണ്ട, സ്വസ്ഥമായി ഇരുന്ന് നമ്മളെക്കുറിച്ച് നാം ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കുറവും കഴിവും എല്ലാം മനസ്സിലാക്കി സ്വസ്ഥമായ സന്തോഷകരമായ ഒരു ഞാനായി തീരാൻ എനിക്ക് കഴിയും. അതിന് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാനിതാ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.